ഉണ്ണി നന്നായി. ഹലോ, അപ്പോൾ ഇത് സാറ്റർഡേ നൈറ്റത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒരു ബിഗ് ബോസ് തുടങ്ങുന്നതിൻ്റെ ഒരു അരമണിക്കൂറിന് മുമ്പ് ഞാൻ എല്ലാ ജോബും വേഗം തീർക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ പുളി വെള്ളത്തിലിട്ടുണ്ട്, പിന്നെ ഉള്ളി ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡിന്നറിന് വേണ്ടിയിട്ടുള്ളത് ഉണ്ടാക്കുകയാണ്. ദോശ മാവിന് വേണ്ടിയിട്ട് ഗോതമ്പ് ദോശ ഉണ്ടാക്കണം. അപ്പോൾ അത് ഗോതമ്പ് ഇട്ടുണ്ട്, പിന്നെ കുറച്ച് കടല ഒന്ന് മിക്സിയിൽ അടിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഈ മാവിലേക്ക് ഒഴിക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് കടല കടല അപ്പം ഞാൻ രാവിലെ തന്നെ സോക്ക് ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ. പിന്നെ ദോശ ബാറ്റർക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയ്ക്കൊക്കെ ദോശയാണ് ഉണ്ടാക്കുന്നത്, എനിക്ക് ഉണ്ണിക്കും പിന്നെ ഞാൻ വേറെ ഒരു പുളിഞ്ചോറും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് പെട്ടെന്നാണ് ഓർമ്മ വന്നത്, ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ബിഗ് ബോസ് 9 മണിക്കാണെന്ന്, അല്ലെങ്കിൽ 9:30 ആവുമല്ലോ. അപ്പോൾ വേഗം എല്ലാ പണിയും ചെയ്യണം. അപ്പോൾ ഞാൻ വെറുതെ വീഡിയോയും കൂടി എടുക്കാൻ വിചാരിച്ചു കേട്ടോ. ഇത് വെറുതെ രസത്തിന് വേണ്ടിയിട്ട് എടുത്തതാണ്. എത്ര വേഗം കഴിയുമെന്നൊന്നും വിചാരിച്ചില്ല, പക്ഷെ എന്തായാലും വേഗം തന്നെ പണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ദോശ ബാറ്റർ നന്നായിട്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്യാസിൽ നമ്മൾ ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ളത് ഉണ്ടാക്കുന്നത്, മറ്റേതിൽ എനിക്ക് ഉണ്ണിക്ക് വേണ്ടി റൈസിനുള്ളത് ആക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ കടലൊക്കെ ഇട്ടിട്ടാണ് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ദോശയാണ് ഉണ്ടാക്കുന്നത്. ഈസി ആയിട്ട് അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദോശ ഒരു സൈഡിലാക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തേൽ എനിക്ക് ഉണ്ണിക്ക് വേണ്ടിയിട്ടുള്ള പുളിഞ്ചോറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാൻ പെട്ടെന്ന് വിചാരിച്ചതാണ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നെയ്യ് ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ആദ്യം ഇത്തിരി നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, അതിലേക്ക് പിന്നെ ഇത്തിരി കടുകും വറ്റൽമുളകും പിന്നെ കരിവേപ്പിലയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഉള്ളിയൊക്കെ വേണിച്ച ഇടാം, ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, ഇടാൻ മറന്നു പോയി കേട്ടോ. അപ്പോൾ ദോശ ആവുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതൊന്ന് കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിലേക്ക് പിന്നെ ആവശ്യത്തിനുള്ള ചോറും കൂടി ഇടുന്നുണ്ട്. ഒരു 4-5 ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഞാൻ ഈ സൈഡിൽ കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. രണ്ടും കൂടി ഒരുമിച്ചാണ് ചെയ്യണത്. ഇപ്പം നമുക്ക് സമയം കുറച്ചായതുകൊണ്ട് ഞാൻ വേഗം ചെയ്യുകയാണ് കേട്ടോ. അപ്പം നമ്മളുടെ റൈസ് ഇട്ടിട്ടുണ്ട്, ആവശ്യത്തിനുള്ളത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3 പേർക്ക് വേണ്ട റൈസ് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ പുളി നന്നായിട്ട് ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചതും കൂടി നമുക്ക് അതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. പുളി പിഴിഞ്ഞത് ഒഴിക്കുന്നുണ്ട്. പിന്നെ ഒരു നാരങ്ങ ഹാഫും കൂടി ഒഴിക്കുന്നുണ്ട്. ഒന്ന് ഫുള്ള് കാണിച്ച് ഒഴിക്കാം, ഇപ്പം ഞാൻ ഹാഫാണ് ഒഴിച്ചിട്ടുള്ളൂ. അതും കൂടി ആയാൽ നമ്മളുടെ ഇത് റെഡിയായി കേട്ടോ. ലെമൺ റൈസ് റെഡിയായി. അപ്പോൾ ദോശ റെഡി ചെയ്യേണ്ട ഒരു 4 അതിൻ്റെ ഇടയിൽ കൂടെ ആക്കി. പിന്നെ ഞാൻ ഓംലേറ്റും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ ഉള്ളി ഇട്ടിട്ട് പിന്നെ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് പിന്നെ ഉപ്പും കൂടി ഇടുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നും ആഡ് ചെയ്യണില്ല. അങ്ങനെ ഒരു 4 ഓംലേറ്റും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ തന്നെ എല്ലാം ആയി കേട്ടോ. അപ്പോൾ അങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു ഡിന്നറിൻ്റെ റെസിപ്പീസാണ് കേട്ടോ. അപ്പോൾ ദോശ എല്ലാം കഴിഞ്ഞ ശേഷം ആ ഗ്യാസിൽ തന്നെ ഞാൻ വീണ്ടും പാൻ വെച്ചിട്ട് മുട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ളത് ആക്കുകയാണ്. അപ്പോൾ മുട്ടയും കൂടി ഒന്ന് ആയി കഴിഞ്ഞാൽ നമ്മളുടെ 8:45 കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനും ഉണ്ണി വേഗം ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പക്ഷേ ബിഗ് ബോസ് തുടങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ അതിന് മുമ്പേ എല്ലാം ആയി കേട്ടോ. അപ്പോൾ പുളിഞ്ചോറ്, മുട്ട, നാരങ്ങ അച്ചാറ് എല്ലാം കൂടി ഒരു സൂപ്പറായിട്ടുള്ള ഡിന്നറായിരുന്നു കേട്ടോ. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ രാവിലത്തെ കുറച്ച് ക്യാബേജ് ഉപ്പേരിയും കൂടി ഉണ്ടായിരുന്നു, അതും കൂടി ആയപ്പോൾ സൂപ്പർ ഡിന്നറായി, വേഗം ആയി. ബിഗ് ബോസ്. അപ്പം ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.